നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പുറത്തു വന്നതോടെ മുൻ ഭരണാധികാരികളായ CPM-ന്റെയും LDF-ന്റെയും ഉറക്കം നഷ്ടമായിരിക്കുകയാണ്. ഭരണം നഷ്ടപ്പെട്ടാൽ തങ്ങളെ കാത്തിരിക്കുന്നത് ജയിൽവാസമായിരിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് നേതൃത്വം ഭയപ്പെട്ടിരുന്ന കാര്യം ഇതാ ഇപ്പോൾ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നിയമിച്ച ദേവസ്വം ബോർഡിന് പിന്നാലെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ ദേവസ്വം ബോർഡും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് CPM-നെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കാരണം ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ പ്രതിപട്ടികയിൽ എത്തിയിരിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന 3 സുപ്രധാന CPM നേതാക്കളാണ്. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന A. പത്മകുമാർ, N. വാസു, ഒടുവിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രസിഡന്റായ PS പ്രശാന്ത് എന്നിവരാണ് ഈ കേസിലെ മുഖ്യപ്രതികൾ. ഭക്തർ സമർപ്പിച്ച സ്വർണത്തിന് മേൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നടത്തിയ ഈ ഒരു കൊള്ള കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ അധർമ്മമാണ്. ഇനി എങ്ങനെയാണ് ഈ വൻ സ്വർണ്ണക്കൊള്ള പ്രതികൾ ആസൂത്രണം ചെയ്തതെന്ന് SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. 1998 ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ഭക്തർ വലിയ അളവിൽ സ്വർണം പൊതിഞ്ഞിരുന്നുവെന്ന് അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 2019 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അനുമതി നൽകി. ഭക്തർ അറിയാതിരിക്കാൻ ബോർഡ് ഉദ്യോഗസ്ഥർ അതീവ ദുരുദ്ദേശത്തോടെ ഇതിനെ ഔദ്യോഗിക രേഖകളിൽ നിന്ന് ചെമ്പുപാളികൾ എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി യഥാർത്ഥ സ്വർണം മുഴുവൻ പ്രതികൾ തട്ടിയെടുക്കുകയും പകരം അതിൽ അതീവ നേർത്ത രീതിയിൽ മാത്രം സ്വർണം പ്ലേറ്റിംഗ് നടത്തുകയുമാണ് ഉണ്ടായത്. ഈ തട്ടിപ്പ് പുറത്തറിയാതിരിക്കാൻ വേണ്ടി പൂശിയ സ്വർണത്തിന് പ്രതികൾ 40 വർഷത്തെ വാറന്റി വരെ ഉറപ്പ് നൽകി നാടകം കളിച്ചു. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ സ്വർണത്തിന്റെ തിളക്കം മങ്ങുകയും ഉള്ളിലെ ചെമ്പ് പുറത്തു വരികയും ചെയ്തു. അഴിമതി വെളിച്ചത്തായതോടെ പ്രതികൾ വീണ്ടും സ്വർണം പൂശാൻ എന്ന വ്യാജേന ഈ പാളികൾ വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ പുതിയ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ സ്വാധീനിച്ച് കത്തുകളും ഉത്തരവുകളും വഴി വഴിവിട്ട് ചട്ടലംഘനം നടത്തുകയായിരുന്നു. ഈ വൻകൊള്ള പുറത്തായതോടെ CPM നേതാവായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇപ്പോൾ പതിവ് കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ രാഷ്ട്രീയ ഗൂഢാലോചനവാദവുമായി എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശനും ദേവസ്വം മന്ത്രി K. മുരളീധരനും ചേർന്ന് തന്നെ കേസിൽ ബോധപൂർവ്വം പ്രതിയാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പ്രശാന്തിന്റെ വില കുറഞ്ഞ ആരോപണം. എന്നാൽ ഈ അന്വേഷണം നടക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലല്ല, മറിച്ച് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്. ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ നടക്കുന്ന ശാസ്ത്രീയ അന്വേഷണങ്ങളെ ഇത്തരം രാഷ്ട്രീയ വേലകൾ കൊണ്ട് പ്രതിരോധിക്കാൻ CPM-ന് കഴിയില്ല. അതേസമയം നിലവിലെ ബോർഡ് അംഗമായ PD സന്തോഷ് കുമാറിനെതിരെ അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് K. മുരളീധരന് കത്ത് നൽകിയിരുന്നെങ്കിലും 2025 ജൂലൈയിൽ മാത്രം സ്ഥാനമേറ്റ അദ്ദേഹത്തിന് സെപ്റ്റംബറിലെ ഈ സ്വർണ്ണപ്പാളി ആസൂത്രണത്തിൽ പങ്കില്ലെന്നാണ് SIT നിരീക്ഷിച്ചിരിക്കുന്നത്. തിരുത്തൽ നടപടി സ്വീകരിക്കുന്നതിന് പകരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചില CPM അനുകൂലികളായ അംഗങ്ങളും ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ വൻ അഴിമതി ബോധപൂർവ്വം ഒളിച്ചുവെക്കാൻ ശ്രമിച്ചു എന്നതിന് വ്യക്തമായ തെളിവുകൾ SIT കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു. ചുരുക്കത്തിൽ ശബരിമലയിലെ ആചാരങ്ങളെ തകർക്കാൻ നോക്കിയ മുൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അയ്യപ്പന്റെ സ്വർണം വരെ കവർന്നെടുക്കാൻ സ്വന്തം നേതാക്കൾക്ക് ഒത്താശ ചെയ്തു നൽകി എന്നത് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. SIT-യുടെ അന്തിമ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഇനിയും CPM-ലെ പല ഉന്നത നേതാക്കളും അഴിക്കുള്ളിലാകുമെന്ന് ഉറപ്പാണ്.